വാമനപുരത്ത് ഡി.കെ. മുരളിയും കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനും തന്നെ. തിരുവനന്തപുരം ജില്ലയിലെ എൽ.ഡി.എഫ് സിറ്റിംഗ് സീറ്റുകളിൽ നിലവിലുള്ള എം.എൽ.എമാരെ തന്നെ വീണ്ടും ജനവിധി തേടാൻ സി.പി.എം തീരുമാനിച്ചു. വിജയസാധ്യതയും മണ്ഡലങ്ങളിലെ പ്രവർത്തനമികവും മുൻനിർത്തിയാണ് എം.എൽ.എമാരെ മാറ്റമില്ലാതെ നിലനിർത്താൻ സി.പി.എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണയായതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സി.പി.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ സുപ്രധാന തീരുമാനമുണ്ടായത്. തീരുമാനപ്രകാരം കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനും വാമനപുരത്ത് ഡി.കെ. മുരളിയും വീണ്ടും അംഗത്തിനിറങ്ങും. ആറ്റിങ്ങലിൽ ഒ.എസ്. അംബികയും വർക്കലയിൽ വി. ജോയും തന്നെയാകും സ്ഥാനാർത്ഥികൾ. ജോയ് വീണ്ടും മത്സരിക്കുന്നതോടെ തിരുവനന്തപുരത്ത് പുതിയ ജില്ലാ സെക്രട്ടറി വരുമെന്നുറപ്പായി. മറ്റ് മണ്ഡലങ്ങളായ പാറശാലയിൽ സി.കെ. ഹരീന്ദ്രൻ, കാട്ടാക്കടയിൽ ഐ.ബി. സതീഷ്, നെയ്യാറ്റിൻകരയിൽ കെ. ആൻസലൻ, വട്ടിയൂർക്കാവിൽ വി.കെ. പ്രശാന്ത്, നേമത്ത് വി. ശിവൻകുട്ടി, അരുവിക്കരയിൽ ജി. സ്റ്റീഫൻ എന്നിവരും വീണ്ടും ജനവിധി തേടും. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഈ നിർദ്ദേശം അന്തിമ അംഗീകാരത്തിനായി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി പരിശോധനയ്ക്ക് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക.